ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഹിജാബ് ട്യൂട്ടോറിയലാണ്. ഇതെന്നോട് ശരിക്കും കുറേ മുന്നേ ചെയ്യാൻ പറഞ്ഞിരുന്നു. സോറി ഇത്രയും ലേറ്റ് ആയേന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സിമ്പിൾ ഈസി ഹിജാബ് ലുക്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്ക്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അധികവും ഷോള് പോലെ യൂസ് ആക്കുന്ന ഈ സ്റ്റൈല് കാണിക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം അണ്ടർസ്കാർഫ് ചെയ്യണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ട് വരൂ. അപ്പോൾ അണ്ടർസ്കാർഫിൻ്റെ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിന്, അത് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷോള് ഇങ്ങനെ ഫോൾഡായിട്ട് ഒരു ചെറിയ പോർഷൻ ഫോൾഡാക്കി വെക്കുക, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ആ മേലെയുള്ള ഒരു പോയിൻറ്റ് നമ്മൾ കോണാക്കി വെക്കൂലേ, അത് ഒന്ന് ഓക്കെ ആക്കുക. എന്നിട്ട് ഒരു സൈഡ് ഷോർട്ടും ഒരു സൈഡ് ലോങ്ങും ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഷോൾഡറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ സ്റ്റൈലിന് ഞാൻ പിന്നൊന്നും യൂസ് ആക്കലില്ല. വേണമെങ്കിൽ നമ്മൾ താടിൻ്റെ ഭാഗത്തും തലയിലും എല്ലാം പിന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ ഇല്ലാണ്ടും ഓക്കെയാണ്. പിന്നെ അണ്ടർസ്കാർഫ് ചെയ്താൽ ഈ ഒരു ബാക്കിൽ ഇത്രയും വോളിയം എല്ലായിട്ട് നിൽക്കൂ. അപ്പോൾ ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് അതുപോലെ ആക്കുക. ഇനിയിപ്പോൾ സെക്കൻഡ് ലുക്ക്, ഇതും ഒരു സിമ്പിളാണ്, ഫോൾഡൊന്നും ചെയ്യാണ്ട് ചെയ്യുന്നതാണ്. ഒരു ഭാഗം ഷോർട്ടും മറ്റേ പോർഷന് നല്ല ലോങ്ങും ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ആ ലോങ് പോർഷൻ എടുത്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് നേരെ ഫ്രണ്ടിലേക്ക് തന്നെ കൊണ്ടുവരിക. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ലെവലാക്കുക. നമ്മൾ ആ ഒരു ഷോളിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുക. ഈ കാണുന്ന പോലെ, ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഈ ഒരു സ്റ്റൈലെല്ലാം കുറച്ച് ലൂസാക്കി ഇട്ടാലാണ് കുറച്ചുകൂടി രസം ഉണ്ടാവുക കാണാൻ. ഷോള് കുറച്ച് ലൂസ് ഫ്രീ ആയിട്ട് ഇട്ടാൽ, നമ്മൾ ഫേസിൽ ഒട്ടിപ്പിടിച്ച പോലെ ചെയ്താൽ അത്ര രസം ഉണ്ടാവില്ല കാണാൻ. ഇനിയിപ്പോൾ തേർഡ് ലുക്ക്, ഇങ്ങനെ രണ്ട് സൈഡും രണ്ട് പോർഷനും സെയിം ലെങ്ത്തിൽ തന്നെ എടുക്കുക. എന്നിട്ട് മേലെയുള്ള ആ പോയിൻ്റെല്ലാം ഒന്ന് ശരിയാക്കുക. പിന്നെ വേണമെങ്കിൽ അവിടെ പിന്ന് കുത്തി കൊടുക്കുക. പിന്നെ അണ്ടർസ്കാർഫ് ചെയ്താൽ ആ മേലെയുള്ള പോയിൻ്റ് നല്ല വൃത്തിയിൽ നിൽക്കൂട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് നല്ല എന്താ പറയുക നൈസായിട്ട് നിൽക്കും അവിടെ തന്നെ. എന്നിട്ട് ഈ രണ്ട് സൈഡും എടുത്തിട്ട് രണ്ട് ഷോൾഡറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഫ്രണ്ട് ഫുൾ കവറേജ് ഒരു സ്റ്റൈലാണ്. പിന്നെ ബാക്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇനി അടുത്ത ലുക്ക് ലെയേർഡ് ഹിജാബാണ്. ഇതിൽ ഞാൻ ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫാൻസി ആക്കുന്നുണ്ട്. അപ്പോൾ ഒരു പോർഷന് ഇങ്ങനെ ഷോർട്ടും മറ്റേ പോർഷന് ലോങ്ങും ആക്കിയിട്ട് എടുക്കുക. ഒരു പോർഷൻ നല്ല ഷോർട്ട് ആക്കിയിട്ട് എടുക്കണം കേട്ടോ, കാര്യം മറ്റേ പോർഷൻ കുറച്ച് ലെങ്ത്ത് വേണം, അതുകൊണ്ട്. പിന്നെ മേലെയുള്ള പോയിൻ്റ് ഒന്ന് ശരിയാക്കിയിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡ് വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇത് ഒരു സൈഡ് വരുന്നതാണ് കേട്ടോ. ഇതേപോലെ ഫുള്ള് ഇങ്ങനത്തെ സ്റ്റോൺസ് ഉള്ളത് വെച്ചാൽ അതും രസമുണ്ടാവും. അപ്പോൾ അത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ, ഇത് നമ്മൾ ചെവിൻ്റെ ഫ്രണ്ടിലായിട്ട് വേണം വെക്കാൻ, അങ്ങ് ബാക്കോട്ടേക്ക് വെക്കരുത്. നമ്മൾ മേലെയുള്ള ആ ഒരു കോണ് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കോണിൻ്റെ നേരെ ബാക്കിൽ വേണം ഇങ്ങനെ ഹെയർ ബാൻഡ് വെക്കാൻ, ചെവിൻ്റെ ഫ്രണ്ടിലായിട്ട്. എന്നിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് നമ്മളെ ആ ഒരു സെയിം ഷോള് ഇങ്ങനെ ബാക്കിൽ നിന്ന് ലെയർ ആക്കി എടുക്കുക. കുറച്ച് ഇങ്ങനെ വലിച്ചിട്ട് ചെറിയ ചെറിയ ലെയേഴ്സ് ആക്കുക. എന്നിട്ട് ഇങ്ങനെ ഹെയർ ബാൻഡിൻ്റെ ആ ഒരു സ്റ്റോൺ വർക്ക് അല്ലാത്ത പോർഷനെല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് ലെയറാക്കി വെക്കുക, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അങ്ങനെ നമുക്ക് എത്ര ലെയേഴ്സ് വേണോ അത്രയും ലെയേഴ്സ് ആക്കുക. നമ്മളെ ഷോൾ കൊണ്ട് എത്ര ലെയർ ആക്കാൻ പറ്റുമോ അത്രയും ആക്കുക. ഞാനിപ്പോൾ ഒരു 3 ലെയർ ആക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഈ ലെയർ ചെയ്യുമ്പം വേണമെങ്കിൽ ഇളകി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരോ ലെയർ ചെയ്തിട്ടും അതിൻ്റെ അറ്റത്ത് ജസ്റ്റ് പിന്ന് വെച്ചിട്ട് ഒന്ന് സേഫ് ആക്കുക. പക്ഷെങ്കിൽ ഇത് എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത് ശീലമായതുകൊണ്ട് അത് കുഴപ്പമില്ല, അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് 3 ലെയർ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിലേക്ക് ആ ഫ്രണ്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ലോങ്ങർ പോർഷനില്ലേ അതെടുത്തിട്ട് നേരെ മേലേക്ക് അങ്ങ് ചുറ്റി കൊടുക്കുക. എന്നാൽ ഒരു ലെയർ കൂടിയാവും, ആ ഷോളും കൂടി വരുമ്പോൾ ഒരു ലെയർ എക്സ്ട്രാ ആവും. എന്നിട്ട് ഈ നമ്മളിപ്പോൾ ചുറ്റുന്ന പോർഷൻ കൊണ്ട് ബാക്ക് ഫുള്ള് കവർ ചെയ്യുക. അപ്പോൾ ബാക്കിൽ ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ആ ലെയർ എടുത്തുകൊണ്ട്. എന്നിട്ട് ഇപ്പോൾ ചുറ്റുന്ന പോർഷൻ കൊണ്ട് ബാക്ക് കൂടി കവർ ചെയ്യുക. അപ്പോൾ ഇതാ, എന്നിട്ട് ലാസ്റ്റ് ഞാനൊരു പിന്ന് കുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചെറിയ പോർഷനില്ലേ അതെടുത്തിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഒന്നെങ്കിൽ പിന്ന് കുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് മൊത്തത്തിലൊന്ന് ലെവലാക്കുക.
അപ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും രണ്ട് സൈഡും. നല്ല രസമാണ് ഈ ഹിജാബ് സ്റ്റൈൽ കാണാൻ. പിന്നെ ഈ ഹെയർ ബാൻഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് നോർമൽ ലെയേർഡ് ഹിജാബായിട്ട് യൂസ് ആക്കാം. പിന്നെ കുറച്ച് ഫാൻസി ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കുക. പിന്നെ ഇനിയിപ്പം നെക്സ്റ്റ് ലുക്ക്, ഇതിൽ ഫുൾ സ്റ്റോൺ വരുന്ന ഹെയർ ബാൻഡ് വെച്ചിട്ടുള്ളത് കാണിക്കാം. സെയിം നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ഭാഗം ഷോർട്ട് ഒരു ഭാഗം ലോങ്. എന്നിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു ഹെയർ ബാൻഡാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പോയിൻറ്റിൻ്റെ നേരെ മേലെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇത് കുറച്ചുകൂടി സിമ്പിളാണ് കേട്ടോ, ഹെവി അല്ല, നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും വെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ ഒരു പോയിൻറ്റ് ഞാൻ സെക്യൂർ ആക്കുന്നുണ്ട് പിന്നെ കുത്തിയിട്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ബാക്കിൽ നിന്ന് ഓരോരോ ലെയേഴ്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒരു 3-4 ലെയർ എടുത്തിട്ട് ആ ഹെയർ ബാൻഡിൻ്റെ ആ ഒരു സ്റ്റോൺ ഇല്ലാത്ത പോർഷന് കവറാകുന്ന പോലെ വെച്ച് കൊടുത്തിന്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ആ ഒരു ലോങ്ങർ പോർഷൻ എടുത്തിട്ട് മേലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബാക്കെല്ലാം ഒന്ന് കവറാക്കിയിട്ട് ആ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് ഉള്ളിലേക്ക് ടക്കിങ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഇപ്പം ഞാൻ ആ ഒരു മേലെ പോയിൻറ്റിൽ ചെയ്ത പിന്നെടുത്തിട്ട് സൈഡിൽ കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു നോർമലി എല്ലാത്തിനും എല്ലാ ടൈപ്പ് ഡ്രസ്സിനും ഇടാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ്. ഇനിയിപ്പം നെക്സ്റ്റ് ഒരു മോഡേൺ ലുക്കുള്ള ഹിജാബ് സ്റ്റൈലാണ്. ഇതിപ്പം ഞാൻ എല്ലാം കൂടി അബായൻ്റെ കൂടെയല്ലേ കാണിക്കുന്നത്. ഇത് വേറെ വേറെ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്യുമ്പം നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ ഒരു സൈഡ് നല്ല ഷോർട്ടാക്കിയിട്ട് എടുക്കുക, മറ്റേ സൈഡ് നല്ല ലോങ്ങും. എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ മുന്നേ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നേരെ ബാക്കിലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് നമ്മൾ ആ അണ്ടർസ്കാർഫ് ചെയ്ത് നമ്മളെ മുടി കെട്ടി വെച്ച ഭാഗമില്ലേ, അപ്പോൾ ഇത് ചുരുട്ടി പിടിച്ചിട്ട് വേണം കേട്ടോ ബാക്കിലേക്ക് കൊണ്ടുപോകാൻ. ഇത് ഒരൊറ്റ നമ്മളെ കൈമിൽ പിടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ആ മുടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്തിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒന്ന് ഉള്ളിലേക്ക് ഡ്രസ്സിൻ്റെ ഉള്ളിലേക്കാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെയോ എന്തെങ്കിലും ചെയ്യുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ആ ഒരു ചെറിയ പോർഷന് അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ബാക്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ബാക്കിൽ നിന്നും സൈഡിൽ നിന്നും എല്ലാം കാണാൻ നല്ല ഒരു നീറ്റുള്ള ഒരു ഹിജാബ് സ്റ്റൈലാണ്. അപ്പോൾ ഇത് കുറച്ച് ലൂസ് ഡ്രസ്സിൻ്റെ കൂടെ എല്ലാം കുറച്ചുകൂടി മാച്ച് ആവാം. അപ്പോൾ പിന്നെ ഇതാ ഇനിയിപ്പം നെക്സ്റ്റ് ഞാൻ സെയിം നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു ബോ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ കൂടി കാണിക്കാം. ഇതേപോലത്തെ ഒരു ബോ ഹെയർ ബാൻഡാ അല്ലെങ്കിൽ നമ്മൾ നോർമൽ ക്ലിപ്പ് ഉണ്ടാവില്ലേ, നമ്മളിങ്ങനെ ജസ്റ്റ് പിൻ ചെയ്ത് വെക്കുന്ന ക്ലിപ്പ്, അങ്ങനത്തെ എങ്ങാനും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം ലെയേർഡ് ഹിജാബിൽ വൺ സൈഡ് ബോ സ്റ്റൈലായിട്ട് നമുക്ക് ചെയ്യാം. ഒരു സൈഡ് ലോങ്ങും ഒരു സൈഡ് ഷോർട്ടും ആക്കിയിട്ട് എടുത്തിട്ട് നേരത്തെ ആ ലെയേർഡ് ഹിജാബിൽ കാണിച്ച പോലെ തന്നെ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ലെയർ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ആ ഒരു ലോങ്ങർ പോർഷൻ എടുത്തിട്ട് മേലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുക, ഷോർട്ട് പോർഷൻ എടുത്തിട്ട് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് നേരത്തെ കാണിച്ച സെയിം ലെയേർഡ് ഹിജാബിൻ്റെയാണ്, അതാണ് ഞാൻ പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ ഇത് ശരിക്കും ഒരു പാർട്ടി വെയർ തന്നെയാണ്. ഈ ഗൗണിൻ്റെ കൂടെയെല്ലാം ഇങ്ങനെ ഒരു ബോ വെച്ചിട്ട് ചെയ്താൽ നല്ല പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനത്തെ ബോ സ്റ്റൈല് ഗൗണിനാണ് കൂടുതൽ മാച്ച് ആവുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ അധികവും ചെയ്യുന്ന ഒരു സിമ്പിൾ സ്റ്റൈലാണ്. ഇങ്ങനെ ഒരു സൈഡ് ഷോർട്ടും മറ്റേ സൈഡ് ലോങ്ങും ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ആദ്യം ആ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ട് നമ്മൾ തലേൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നീളത്തിലുള്ള പോർഷൻ എടുത്തിട്ട് അതിൻ്റെ മേലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് സിമ്പിളാണ്. വേണമെങ്കിൽ പിന്നെല്ലാം ചെയ്തിട്ട് ചെയ്യാം. ഞാൻ പിന്നൊന്നും ഇല്ലാണ്ടാണ് ചെയ്യൽ. അപ്പോൾ നല്ലോണം തലയിൽ നിൽക്കുന്ന പോലത്തെ ഷോളെല്ലാണെങ്കിൽ പിന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് സെയിം ഒരു സൈഡ് ഷോർട്ട് മറ്റേ സൈഡ് ലോങ്. എന്നിട്ട് ആദ്യം ആ ഒരു ലോങ്ങർ പോർഷൻ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ താടിൻ്റെ മേലെ കൂടെ എടുത്തിട്ട് മേലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒരു 2-3 ലെയർ എടുത്തിട്ട് അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ
രണ്ട് സൈഡും എടുത്തിട്ട് നമ്മൾ ഈ ഹിജാബിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് കെട്ടി വെച്ച് കൊടുക്കുക. അപ്പം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒരു സൈഡിലേക്കായിട്ട് ഒന്ന് ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം ഒന്ന് ലെവലാക്കുക. ആ ഒരു ഫ്രണ്ടും ആ ഒരു നമ്മൾ ചെയ്ത ആ ഒരു കെട്ടും എല്ലാം ഒന്ന് ലെവലാക്കുക. അപ്പോൾ ഇത് നല്ലൊരു സിമ്പിളാണ്, എന്നാൽ സ്റ്റൈലിഷും ആണ്. പിന്നെ ഇത് സിമ്പിൾ ഡ്രസ്സിൻ്റെ കൂടെ എല്ലാം മാച്ച് ചെയ്യാൻ പറ്റിയൊരു ഹിജാബ് ലുക്കാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒരു സൈഡ് ഷോർട്ട് മറ്റേ സൈഡ് ലോങ്. എന്നിട്ട് നമ്മൾ ഇട്ട ഷാളിൻ്റെ ബാക്കിൽ നിന്ന് നേരെ എടുത്തിട്ട് മുന്നിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഒരു ലെയറായിട്ട് ജസ്റ്റ് അങ്ങൊന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യുക. എന്നിട്ട് ആ ഒരു ലോങ്ങർ പോർഷൻ എടുത്തിട്ട് നേരെ മേലേക്ക് ഫോൾഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ആ ബാക്കിൽ നിന്ന് ഇട്ട ആ ഒരു പോർഷന് കുറച്ച് ഫ്ലോയിങ് ആയിട്ട് നല്ല ലൂസായിട്ടൊരു ഫ്രീ സ്റ്റൈലിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു മോഡലാണ് കേട്ടോ. നമ്മൾ അബായിൻ്റെ കൂടെ തന്നെയാണ് ഇത് കുറച്ചുകൂടി മാച്ച് ആവുക. പിന്നെ വേറെ ഏതെങ്കിലും ഡാർക്ക് ഷെയ്ഡ് ഷോൾ വെച്ചിട്ട് അബായിൻ്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സെയിം സ്റ്റൈൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ് എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം ആകുമ്പോൾ കുറച്ച് ഡാർക്ക് കളറ് ഹിജാബിനാണ് നല്ല സ്യൂട്ടാവുക. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കളർ എടുത്തിട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ആ ബാക്കിയുള്ള ആ ഒരു ഷോർട്ട് പോർഷനില്ലേ അതെടുത്തിട്ട് ജസ്റ്റ് ബാക്കിലേക്ക് വെച്ച് കൊടുക്കുക. ഉള്ളിലേക്കൊന്നും ആക്കണ്ട, അങ്ങനെ തന്നെ ബാക്കിലേക്ക് ഫ്രീ ആയിട്ട് ഇട്ടാലാണ് നല്ല രസം ഉണ്ടാവുക കാണാൻ. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് സ്റ്റൈലാണ്. ഇനി ഞാൻ താടിൻ്റെ ഭാഗത്ത് ഒരു പിന്ന് വെച്ചിട്ട് കുത്തി കൊടുത്തിന്. എന്നിട്ട് ഒരു സൈഡ് ലോങ് മറ്റേ സൈഡ് ഷോർട്ട്. എന്നിട്ട് ആ ഒരു ഷോർട്ടർ പോർഷൻ എടുത്തിട്ട് ആദ്യം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നമ്മൾ താടിൻ്റെ ഭാഗത്തൂടെ കെട്ടിക്കൊടുക്കുക. മേലയിൽ കെട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ കെട്ടാം, അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് പിന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനെടുത്ത ഷോൾ അധികം വീതി ഇല്ലാത്തതാണ് അതുകൊണ്ട്. എന്നിട്ട് ഒന്ന് ലെവലാക്കിയിട്ട് ബാക്കിയുള്ള ഒരു ലോങ് പോർഷൻ എടുത്തിട്ട് നേരെ മേലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് ഈ സ്റ്റൈലും. അപ്പോൾ ഇത്രയും ഹിജാബ് സ്റ്റൈല് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് എന്തായാലും ഒന്ന് കമൻ്റ് ആക്കുക, പിന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.